ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. സിംഗപ്പൂരിൽ നിന്ന് പെനാഗിലേക്ക് പോകുന്നു. സിംഗപ്പൂർ പോർട്ടും വലിയ വലിയ കെട്ടിടങ്ങളുമൊക്കെ ദൂര കാഴ്ചകളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കപ്പൽ നടുക്കടലിലേക്ക് മെല്ലെ മെല്ലെ പോകുന്നു. ഒരു കപ്പലിലിരിക്കുകയാണെന്ന് തോന്നുകയില്ല. യാതൊരു കുലുക്കമോ അനക്കമോ ഒന്നുമില്ല. ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ പ്രതീതിയാണ്. ആദ്യമായിട്ട് ഷിപ്പിൽ കയറുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വളരെയാണ്. 18 റെസ്റ്റോറൻറ്റുകളും 5 സ്വിമ്മിംഗ് പൂളുമുള്ള ബ്രഹ്മാണ്ഡ ഷിപ്പാണിത്. ഇന്ന് തൊട്ട് ഇതിൻ്റെ അകത്തുകൂടിയാണ് നമ്മുടെ യാത്രകൾ. ബാ, കണ്ടു നോക്കാം. ഓരോ ഡെക്കുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്റ്റെയർ കേസുകളുണ്ട്. 2 സൈഡിൽ നിന്നും സ്റ്റെയർ കേസ് വന്നിട്ട് ഒന്നിച്ചാകും. നെക്സ്റ്റ് ലെവലിൽ വരുമ്പോൾ അത് അഗെയിൻ സ്പ്ലിറ്റ് ആകും. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. നല്ല പറ്റിയ ലൊക്കേഷൻ. ഈ പടുകൂറ്റൻ കപ്പലിൽ 16 ലിഫ്റ്റുകളാണുള്ളത്. ഫ്രണ്ട് ഏരിയയിലിട്ട്, ബാക്ക് ഏരിയയിലിട്ട്. ഒരു സൈഡ് 4, ഓപ്പോസിറ്റ് സൈഡ് 4. ഗ്ലാസ് ഫ്രെയിം വർക്കാണ്. അതുകൊണ്ട് വെളിയിലെ കാഴ്ചകൾ നല്ല രീതിക്ക് നമുക്ക് കാണാനും പറ്റും. ഇന്റേണൽ ട്രാൻസ്പോർട്ടേഷന് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ലിഫ്റ്റിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഓരോ ഡെക്കിലുമുള്ള ആക്ടിവിറ്റീസും എന്താണ് ഓരോ ഡെക്കിലും ഉള്ളതെന്നും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഷിപ്പിൽ. അതുകൊണ്ട് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ 16ാമത്തെ നിലയിലുള്ള സ്പോർട്സ് ഡെക്കിലെത്തി. നടുക്കടലിൽ ഓപ്പൺ എയർ നിൽക്കുകയാണ്. ഭയങ്കര കാറ്റാണ്. ഇതാണ് റണ്ണിങ് ട്രാക്ക്. ഇതിലൂടെ ഒറ്റ പ്രാവശ്യം ഒന്ന് വലം വെച്ചാൽ 1/2 കിലോമീറ്ററാണ്. ഓടാൻ ആവശ്യമുള്ളവർക്കും ആഗ്രഹമുള്ളവർക്കും ഇതുവഴി ഇഷ്ടം പോലെ ഓടാം. ഈ റണ്ണിങ് ട്രാക്ക് 24 hours ഓപ്പൺ ആണ്. നട്ടുച്ചയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാനേ പറ്റൂല. നടുക്കടലിൽ സൂര്യൻ്റെ നേരെ താഴെ നമ്മൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് either മോർണിംഗ് ഓർ ഈവനിങ് ജോഗിങ് ഓർ റണ്ണിങ് നടക്കും. ഇനി നമുക്ക് 14ാമത്തെ ഡെക്കിലുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാം. ഈ ഷിപ്പിൻ്റെ മെയിൻ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണിത്. വലിയ പൂളാണ്. നിറച്ച ആളുകളുമുണ്ട്. സ്വിമ്മിംഗ് അറിയാത്തവരും ഒന്നും പേടിക്കണ്ട. കാരണം മുങ്ങിപ്പോകില്ല. 5.5 മീറ്റർ ഹൈറ്റിലെ വെള്ളമുള്ളൂ. അതായത് നമ്മുടെ ഒരു കഴുത്തിൻ്റെ അപ്പം അത്ര വരെ ഉള്ളൂ. നിലയില്ലാത്ത വെള്ളം ഒന്നും ഇവിടെ ഇല്ല. ഈ സ്വിം ചെയ്യുന്നവരെ വാച്ച് ചെയ്തുകൊണ്ട് ലൈഫ് ഗാർഡ്സ് എല്ലാ ഏരിയയിലുമുണ്ട്. അതുകൊണ്ട് പേടിക്കാൻ ഒന്നുമേ ഇല്ല. ആദ്യമേ തന്നെ ടവൽ സ്റ്റേഷനിൽ പോയി സ്കൈ പാസ് കൊടുത്ത് ടവൽ എടുക്കണം. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് 4 ഹോട്ട് ടബ്സും ഉണ്ട്. സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കുറേയേറെ റിക്ലൈൻഡ് ചെയേഴ്സും ഉണ്ട്. ഈ പൂൾ ബാറാണ് അടുത്തൊരു മെയിൻ അട്രാക്ഷൻ. പക്ഷേ ഇവിടെയൊന്നും ഫ്രീ അല്ല. എല്ലാം $US തന്നെ പേ ചെയ്യണം. ഡിന്നറിന് നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബുഫേ എടുക്കാം, അല്ലെങ്കിൽ അലാക്കാട്ട. ബുഫേക്ക് ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ അലാക്കാട്ട നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്യണം. ഇതും ഒന്ന് ട്രൈ ചെയ്യണമല്ലോ.
അങ്ങനെ ഇന്ന് ഞങ്ങൾ ഫോമൽ അലാക്കാട്ട ഡിന്നറിനാണ് പോകുന്നത്. സീറ്റ്സ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്, മെനു കാർഡും എത്തി. ഫോമൽ ഡിന്നർ ഹാള് ഭയങ്കര രസമാണ് കാണാൻ. റെഡ് തീമാണ്. സീറ്റും ടേബിളും ഒക്കെ വെൽ അറേഞ്ച്ഡ് ആൻഡ് നൈസ്ലി കെപ്റ്റ്. ടൈറ്റാനിക് മൂവിയിലെ പോലെ തന്നെ പക്ക ഒരു അമേരിക്കൻ ഡൈനിങ് ഹാൾ. മെനു കാർഡിൽ നോക്കിയിട്ട് പല ഡിഷസും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ സ്റ്റാഫ് വളരെ ഹെൽപ്ഫുള്ളാണ്. അവരുടെ കൂടെ സഹായത്തോടു കൂടി നമ്മളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തു കഴിച്ചു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഈ ഫോമൽ ഡൈനിങ് ഹാളിൽ ബ്രഞ്ചും ഡിന്നറും മാത്രമേ അവർ സെർവ് ചെയ്യത്തുള്ളൂ. എല്ലാ രാത്രികളിലും റോയൽ തിയേറ്ററിൽ പല ഷോസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്പെക്ട്രാസ് കാബറെ ഡാൻസ് കാണാൻ പോകുന്നു. ഇനി റോയൽ തിയേറ്ററിലേക്ക്. The Harmony Sisters, my oracles of music. Shake your body like shake, 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 senora. Shake it all the time. Shout for me. Here we go. And of course, we cannot forget the one and only, ladies and gents. Please put your hands together for Spectra. Thank you so much. Good night. ഷോ ഒക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഒന്നുകൂടെ പൂള് കാണാൻ പോയി. എംപ്റ്റി ആയി കിടക്കുന്നു, ആരുമില്ല. നാളെ രാവിലെ 5:30 ഓടാൻ വരാമെന്നുള്ള പ്രോമിസോടുകൂടി എല്ലാവരും റൂമുകളിലേക്ക് പോയി.